brand new episode of Route Australia. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജോസിയുടെ നിസാൻ പാട്രോൾ Y62 2024 മോഡലാണ്. ജോസി ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അപ്പം ജോസി ഏകദേശം 28,000 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ഇൻ ചെയ്തു. സോ ഹീ ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു റിവ്യൂ അബൌട്ട് ദിസ് കാർ. ജോസിയുടെ യാത്രകൾക്ക് ജോസി എന്തെല്ലാം മോഡിഫിക്കേഷൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. സോ ലെറ്റ്സ് വെൽക്കം ജോസി. ജോസി, വെൽക്കം ടു റൂട്ട് ഓസ്ട്രേലിയ. നമ്മുടെ പുതിയ ചാനലാണ്. ജോസിയാണ് ആദ്യത്തെ എര ഞങ്ങളുടെ. അതെ, ഫ്രണ്ട്സിനെയൊക്കെ ആദ്യം പിടിച്ച് അങ്ങോട്ട് കയറ്റുവാൻ. ഫ്രണ്ട്സിന്റെ തന്നെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. പിന്നെ നമുക്ക് എന്തിനാ പുറത്തുനിന്ന് ആള് വരും കേട്ടോ. ഞാൻ ഇപ്പൊ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ജോസിയുടെ ആണ് ഈ Y62 നിസാൻ പാട്രോൾ 2024 എടുത്തു. രണ്ടാമത്തെ വണ്ടി. രണ്ടാമത്തെ വണ്ടി. അതെ, ആദ്യം ഒരു വണ്ടി എടുത്തു, ചെറുതായിട്ടൊന്ന് തട്ടി, വേറൊരാൾ വന്നിട്ട് ഒന്ന് അതിലോട്ട് തട്ടി, അത് റൈറ്റ് ഓഫ് ആയി. 1 മാസം ഉപയോഗിച്ചതേ ഉള്ളൂ. ഇല്ല, ഒന്നല്ലേ, 1.5 മാസം. ഇല്ല, 3 ആഴ്ച ആയതേ ഉള്ളായിരുന്നു. അതിനു മുമ്പ് അത് റൈറ്റ് ഓഫ് ആയി. അന്നേരം തന്നെ പോയി അടുത്ത സെക്കൻഡ് അതിന്റെ ടോപ്പ് എൻഡ് വേർഷൻ എടുത്തു. TIL. ഓക്കെ, കൂൾ. പിന്നെ അടിപൊളി വണ്ടി അടിപൊളി പുലിക്കുട്ടനാണ്. ഓക്കെ. അതിന്റെ ജോസി ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 28,000 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അത് പകുതി മുക്കാലും ഓഫ് റോഡാണ്. ബാക്കി അവിടെ എത്താനുള്ള യാത്ര. അല്ല, ആദ്യത്തെ നമ്മൾ 1000 കിലോമീറ്റർ ക്ലോക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ബിഗ് ഡെസേർട്ട് നമ്മൾ ഒന്നിച്ച് പോയി. അതെ, നമ്മൾ അതിന്റെ ഫുട്ടേജ് ഇടാൻ. ഓക്കെ. അപ്പം ജോസി കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോസി ആയിരിക്കും ബെസ്റ്റ് പേഴ്സൺ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ജോസി, നമുക്കെന്നാ ജോസിയുടെ യാത്രകളെ കുറിച്ച് പറഞ്ഞാലോ. ജോസി എവിടെയൊക്കെ യാത്ര പോയിട്ടുണ്ട് എതിരായിട്ടും? വണ്ടിയായിട്ട് നമ്മൾ മെയിൻ യാത്ര പോയേക്കുന്നത് സിംസൺ ഡെസേർട്ടാണ് പോയത്. അതൊരു വലിയ യാത്രയായിരുന്നു. അതാണ് മെയിനായിട്ട് പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്ത യാത്രകളിൽ ഒരു വലിയ യാത്ര. പിന്നെ നമ്മൾ ബിഗ് ഡെസേർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ഓഫ് റോഡ് ട്രിപ്പ് ഈ വണ്ടി എടുത്തിട്ട്. അതൊരു എനിക്ക് വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ആഴ്ച തന്നെയാണ് നമ്മൾ ബിഗ് ഡെസേർട്ട് ക്ലോക്ക് ഇൻ ചെയ്തത്. പിന്നെ അടുത്ത് പോയത് നമ്മൾ പോർട്ട്ലാൻഡ് ഡ്യൂൺസിൽ നമ്മൾ ഈ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നോ ട്രിപ്സ് കഴിഞ്ഞ വർഷം സ്നോ ട്രിപ്സ് ചെയ്തു. ഈ കൊല്ലം നമുക്കൊരു 2-3 സ്നോ ട്രിപ്സ് നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ഈ കൊല്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നത് ഒത്തിരി ഓഫ് റോഡ് ട്രിപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 വീക്കെൻഡ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമ്പിംഗ് ട്രിപ്പ്, വീക്കെൻഡ് ക്യാമ്പിങ് അല്ലെങ്കിൽ ടൂറിങ്, ഹൈ കൺട്രിയിൽ നമ്മൾ ടൂറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയായിട്ട്. അപ്പോൾ ഒത്തിരിയും എനിക്ക് തോന്നുന്ന ഒരു 70-80% യാത്രകളെല്ലാം ഓഫ് റോഡ് ടൂറിങ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൂടുതലും നമ്മുടെ വണ്ടി ഓഫ് റോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൂറിങ് യാത്രകൾ മാത്രമാണ് വണ്ടി എടുത്തിട്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ജോലിക്ക് പോകാൻ പോലും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഇത് എടുക്കുന്നില്ല. മോട്ടോർ സൈക്കിൾ ഉള്ളതുകൊണ്ട് അതിലാണ് പോകുന്നത്. ജോസി 28,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പം ഈ വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള സുഖം എങ്ങനെയുണ്ട്? നേരത്തെ ജിയോ ആയിരുന്നല്ലോ. അപ്പം ജിയോ വെച്ച് ഇതിലോട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, എങ്ങനെയുണ്ട് യാത്ര കംഫർട്ട്? ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ രാത്രിയും പകലും പോലെയുള്ള ഒരു വ്യത്യാസം യാത്രയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ വണ്ടിയിൽ. എന്നാൽ നമ്മൾ ജിയോ സർട്ടൈൻ കാരണം ചില റീസൺ കൊണ്ട് അത് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് വിട്ടിട്ടൊരു കളി ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. സ്പേസ് നന്നായിട്ട് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്തോരം യാത്ര ചെയ്താലും നമ്മൾ ഒരു മടുക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനിയിപ്പം വണ്ടി ഓടിക്കാൻ വയ്യ അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. നമുക്ക് ത്രൂ ഔട്ട് ഡേ നൈറ്റ് ഒക്കെ നമുക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളെ ഒന്നിച്ച് 2-3 യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പാസഞ്ചർ സീറ്റ്, ഞാൻ നോർമലി ഡ്രൈവിംഗ് സീറ്റ് വിട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നതല്ല. ഞാൻ ആ 2-3 യാത്രയിൽ ഞാൻ പാസഞ്ചർ സീറ്റിലായിരുന്നു. ഞാനും അബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോക്പിറ്റാ ശരിക്കും. അത് തന്നെ സ്ഥലമുണ്ട് ബാക്ക് സീറ്റിലും. ഞാൻ അങ്ങനെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവർ സീറ്റ് അല്ലെങ്കിൽ പാസഞ്ചർ സീറ്റ് അല്ലാതെ ബാക്ക് സീറ്റിൽ അങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. ബാക്ക് സീറ്റ് ഇരുന്നു, പക്ഷേ ഞാൻ പേടിച്ചാണ് ബാക്ക് സീറ്റ് ഇരുന്നത്. പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ ബാക്ക് സീറ്റിൽ നമുക്ക് ജോസിയുടെ വണ്ടിയിൽ എന്തെല്ലാം മോഡിഫിക്കേഷൻസ് ജോസി ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ജോസിയോട് തന്നെ ചോദിച്ചറിയാം. ജോസി ഒത്തിരി പെർട്ടിക്കുലറായിട്ട് ചൂസ് ചെയ്തെടുത്ത ഓരോരോ കാര്യങ്ങളാണ്. അപ്പം ജോസി ആയിരിക്കും ബെസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് ദ മോഡിഫിക്കേഷൻസ്. ജോസി, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയാലോ? ബുൾബാർ തൊട്ട്. ജോസിക്കെല്ലാം അറിയാം, ജോസി തകർത്തോ. ഓക്കെ, നമ്മുടെ ബുൾബാർ റാസ്ലാറിൻ്റെ ആണ് ബുൾബാർ. പിന്നെ നമുക്ക് ലൈറ്റ്സ് ചെയ്തേക്കുന്നത് സ്റ്റഡിയുടെ ഈവോ ലൈറ്റ്സ് ആണ്. ഇതും സ്റ്റഡിയുടെ തന്നെ ലൈറ്റ് ബാറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
പിന്നെ നമുക്ക് യൂണിഡൻ റേഡിയാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഇത് 4.5 DBIയുടെ ഏരിയയിലാണത്. പിന്നെ നമുക്ക് വിഞ്ച് ഞാൻ വാണിൻ്റെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. അതിന് 12,000 അതിന് ഈവൻ റിമോട്ട് കൺട്രോൾ ഉള്ള റിമോട്ട് കൺട്രോൾ ഉണ്ട്. പിന്നെ നമുക്ക് റിക്കവറി പോയിന്റ് റാസ്ലാർ തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അവർ റോഡ് സേഫിന്റെ റിക്കവറി പോയിന്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇത്രയാണ് ഫോഗ് ലാമ്പ് ഇൻഗ്രേഡ് ചെയ്തേക്കുന്നത്. അവർ റാസ്ലാർ തന്നെ ആണ്. ഇതാണ് ഒരു വാഷർ വർക്കിംഗ് ആണ്. ഇത് വാഷർ വർക്കിംഗ് ആണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് എല്ലാം തരുന്നു. റഡാറും എല്ലാം അവർ ഇതിന്റെ അകത്ത് തന്നെ ഇൻഗ്രേഡ് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം റാസ്ലാർ ആണ് ബെസ്റ്റ്. ഇത് അതെ ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ട്. അതെ അവരാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓസ്ട്രേലിയൻ മെയ്ഡ് എന്ന് പ്രോപ്പറായിട്ട് പറയാൻ ഒക്കുന്ന ഒരു കമ്പനിയാണ്. അതെ ജോസി, അപ്പം നമ്മൾ ബുൾബാറിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡിലോട്ട് പോയാലോ വണ്ടിയുടെ? ഉറപ്പായിട്ടും നമുക്ക് ഇവിടുന്ന് ബ്രഷ് ബാസിനെ കൊണ്ട് തുടങ്ങാം. ഇത് റാസ്ലാറിന്റെ തന്നെയാണ് ബ്രഷ് ബാസ്. പിന്നെ അത് നമുക്ക് റോക്ക് സ്ലൈഡേഴ്സ് ആണ് ചെയ്തേക്കുന്നത്. റോക്ക് സ്ലൈഡേഴ്സും സ്റ്റെപ്പ് കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്നതും അതും റാസ്ലാർ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ബുഷ് ബാരിയേഴ്സിൻ്റെ PPF ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അത് പ്രീ കട്ടാണ്. ഇപ്പോൾ സൈഡിൽ രണ്ട് സൈഡിൽ നമ്മൾ സെൽഫായിട്ട് ചെയ്തേക്കുമല്ലേ ചൂസ് ചെയ്തത്? അതെ നമ്മൾ സെൽഫായിട്ട് ചെയ്തേക്കുന്നതാണ്. ഞാനും വൈഫോട് ജിൻഡുകൂടെ കൂടി ചെയ്തതാണ്. 5 year വാറണ്ടി ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക്. അതാണ് ചെയ്തേക്കുന്നത്. ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി. ഇവരത് നമുക്ക് പ്രീ കട്ടായിട്ട് നമുക്ക് അയച്ചു തരും, പോസ്റ്റേജിൽ അയച്ചു തരും. കറക്റ്റ് ഈ Y62 തന്നെ നമുക്ക് അയച്ചു തരും. അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ, വെള്ളമൊക്കെ വെച്ചിട്ട്. അതിന്റെ ഒരു ചെറിയ വീഡിയോസ് അയച്ചു തരും. അതിന്റെ 5 yearsന്റെ ഉണ്ട്, 10 yearsന്റെ അങ്ങനെ കണ്ടുണ്ട്. 10 yearsന്റെ പ്രൊഫഷണലി ചെയ്യണം. 1 year and 5 years നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതെ ഓക്കെ ജോസി, അപ്പം നമ്മൾ സൈഡ് സ്റ്റെപ്പും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ റെസ്ലാർ ഫാനാന്ന് തോന്നുന്നല്ലേ? എന്റെ വണ്ടിയിൽ റെസ്ലാർ, കുറെ വണ്ടിയിൽ റെസ്ലാർ ഉണ്ട്. നമ്മൾ റെസ്ലാർ പറഞ്ഞു ഓർക്കും ഇവര് നമുക്ക് റെസ്ലാർ കമ്മീഷൻ തരുന്നുണ്ടാവുന്നത്. തന്നാ നല്ലതാണ്. അവരുടെ ക്വാളിറ്റി നല്ലതാണ്. ഓസ്ട്രേലിയ മെയ്ഡ് അല്ലേ? അതെ. പിന്നെ ഇതിനെപ്പറ്റി ജോസി തന്നെ പറഞ്ഞു. അതെ നമുക്ക് റാസ്ലാറിന്റെ തന്നെയാണ് റിയർ ബാർ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ വീൽ കാരിയർ, പിന്നെ ജെറി ക്യാൻ ഹോൾഡേഴ്സ്. അതിൻ്റെ മേളിൽ നമുക്ക് ഒരു കാരിയർ എക്സ്ട്രാ ഉണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഓഫ് റോഡ് അല്ലെങ്കിൽ ക്യാമ്പിങ് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ബിൻ ബാഗ് ഒരു മസ്റ്റ് ആയിട്ട് വേണ്ട സാധനമാണ്. കാരണം നമുക്ക് റബീഷ് നമുക്ക് എങ്ങും ഇട്ട് കളയുന്നില്ല, ഡിസ്പ്ലേ ആണ്. അപ്പൊ നമ്മുടെ എവിടെയെങ്കിലും അപ്പൊ അതൊരു മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട സാധനമാണ്. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. ഒക്കെ ഇട്ടാലും കുഴപ്പമില്ലാത്ത എന്തെങ്കിലും ചെറിയ ചിലപ്പോൾ നമ്മൾ അത് ഇതിനകത്ത് ഇടാറുണ്ട്. അതുപോലെ തന്നെ റെസ്ലാറിന്റെ ഒരു ഇത് വരുന്നുണ്ട്. അവർ ക്യാമറയുടെ ഇതിന്റെ ബാക്കിലാണ് ആക്ച്വലി ക്യാമറ. അത് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാമ്പ് തരുന്നുണ്ട്. അതെ എന്നിട്ട് ഈ റെസ്ലാറിന്റെ ബാറിന്റെ കൂടെ തന്നെ നമുക്ക് ടോ ബാറും ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ എക്സ്ട്രാ ഒരു ടോ ബാർ വെച്ചിട്ട് ഒരു എക്സ്ട്രാ എക്സ്പെൻസസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റിക്കവറി പോയിന്റ്സും ഈ ബാറിന്റെ കൂടെ തന്നെ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിനൂടെ ഒരു ഒറ്റ സൊല്യൂഷനാണ്. ബാക്കിൽ ഒരൊറ്റ ഫുൾ ഓൺ സൊല്യൂഷൻ റെസ്ലാറിന്റെ ഒരു ബാർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? സൂപ്പർ. പിന്നെ ഇതിനകത്ത് ഞാനൊരു ചെറിയൊരു ലൈറ്റ് ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈവൻ റാസ്ലറിന്റെ ബാറിൽ തന്നെ റിവേഴ്സ് ലൈറ്റ് ഉണ്ടെങ്കിലും നമുക്കൊരു എക്സ്ട്രാ ലൈറ്റ് ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ എവിടെയെങ്കിലും നമ്മൾ ക്യാമ്പ് സൈറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ലൈറ്റ് നമുക്ക് ആ ഏരിയ ഒക്കെ ഒന്ന് ലിറ്റപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അത് സ്റ്റഡിയുടെ തന്നെയാണ് ലൈറ്റ്സ് കൊടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമ്മൾ പോയ ഈ ഒരു വർഷം കൊണ്ട് യാത്ര എന്റെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടിക്കാൻ ഭയങ്കര മടിയാ. സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിക്കുന്നുണ്ട് എന്തോ ഒരു ഇത്. പക്ഷെ എനിക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതെ, ഇതിപ്പോ നമ്മുടെ പിള്ളേരാണേലും ഇപ്പൊ നമ്മൾ സിദ്ധിയാണെങ്കിലും കീർത്തിയാണേലും ചോദിക്കും അവിടെ എവിടെയും നമ്മൾ പോവാന്ന് പറഞ്ഞാൽ അവിടെ റോഡ് ഹൗസ് ഉണ്ടോ, അവിടുന്ന് സ്റ്റിക്കർ മേടിക്കാവോ എന്നാണ് അവർ ആദ്യം തന്നെ ചോദിക്കുന്നത്. നമ്മൾ യാത്ര പോയപ്പോഴാണെങ്കിലും പിള്ളേർ ആദ്യം പോയി നോക്കുന്നത് അവിടുത്തെ സ്റ്റിക്കേഴ്സ് അല്ലേ. അപ്പൊ അത് എനിക്ക് ഒട്ടിച്ചു തുടങ്ങണം. അതൊരു പഴയ വണ്ടിയിലും കുറെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതിപ്പോഴും പിള്ളേർ കംപ്ലൈന്റ് പറയാം എന്തിനാ അത് കൊടുത്ത്. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടെ പോകാമല്ലോ. നൈസ് ജോസി. അപ്പോൾ റെസ്ലാറിന്റെ ബാർ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി നല്ല പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അവരോട് ശരിക്കും അടുത്ത വട്ടം നമുക്ക് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതെ. അതുപോലെ തന്നെ ജോസിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡ്ലിങ്ങിന്റെ നെയിമാണ് ദ ഓവർലാൻഡിംഗ് ഫാമിലി. FAMA ഉള്ള ഫാം. ജോസി JOZZY
അടിച്ചു കഴിഞ്ഞാലും കിട്ടുമെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ അല്ലേ? അപ്പം ജോസിയുടെ ഒരു ഫണി വീഡിയോസും കുറേ ഉണ്ട്, അടിപൊളി ഭയങ്കര സെറ്റപ്പാണ് ജോസി. അപ്പോൾ ആ ഇൻസ്റ്റയിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ജോസിനെ. അല്ലാന്ന് വെച്ചാൽ നമുക്ക് യാത്ര പോകുന്നതിൻ്റെ ഒരു ഓർമ്മ നമുക്ക് ആബ്സല്യൂട്ട്ലി. വർഷങ്ങൾ കടന്നോളൂ. നമ്മൾ ഹാർഡ് ഡിസ്ക് സ്റ്റോർ ചെയ്യേണ്ട, ക്ലൗഡിൽ സ്റ്റോർ ചെയ്യേണ്ട, ഇൻസ്റ്റയും ഫേസ്ബുക്കും നമുക്ക് വേണ്ടി അത് അവർ നിർത്തിപ്പോയില്ലെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അതെ 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 അതെ. നമുക്കെന്നാ റൂഫ് റാക്കിനെ പറ്റി സംസാരിച്ചാലോ? ഉറപ്പായിട്ടും. ഏതിന്റെ റൂഫ് റാക്കാ ജോസി? ARBയുടെ ബേസ് റാക്കാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. എനി റീസൺ? അത് കുറച്ചുകൂടെ പൊക്കം കുറവാണ്, അത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട്, വെയിറ്റും അതിന് കുറവാണ്, ഹൈറ്റ് ഫ്ലഷ് ആയിട്ടിരുന്നോളൂ. നമുക്ക് അങ്ങനെ റൂഫ് റാക്ക് അങ്ങനെ ഭയങ്കര ബൾക്കി ആയിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ അത് പ്രിഫർ ചെയ്യാനായിട്ട് കാരണം. പിന്നെ അവരുടെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാനായിട്ടുള്ള പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് അവർക്കുണ്ട്. ഗ്യാസ് ബോട്ടിലിന്റെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ വേറെ വറി ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് ഓരോ സ്ഥലത്തും നമുക്ക് വേണ്ടത് അങ്ങ് മൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ARBയുടെ പ്രൊഡക്ട്സ് കണ്ണും പൂട്ടി മേടിക്കുകയും ചെയ്യാം. 50 വർഷമായിട്ട് അവന്മാർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓവർലാൻഡിങ് മാത്രം അവന്മാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ അവരുടെ തന്നെ വാറണ്ടി ഭയങ്കര കസ്റ്റമർ കെയർ അല്ല, അവരുടെ ഭയങ്കര പെർഫെക്റ്റ് ആണ്. എനിക്ക് 1-2 സാധനങ്ങൾ മാറേണ്ടി വന്നപ്പോൾ നേരെ ഫ്രീ ആയിട്ട് ചെയ്തു. നേരെ അവിടെ ചെല്ലുമ്പോഴേ അവർ ഈ സാധനം ഒരു ചോദ്യം ഒന്നുമില്ല, ഇത് നോക്കുന്നു, അവർ ഉടനെ തന്നെ തരുവുള്ളൂ. അവരുടെ കസ്റ്റമർ സപ്പോർട്ട് അകത്ത് നിൽക്കുന്ന ആൾക്കാരും അടിപൊളിയാണ് അല്ലേ, ഭയങ്കര ഹെൽപ്ഫുൾ. അതെ, ഹെൽപ്ഫുൾ. പിന്നെ നമ്മുടെ ഓണിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് അയൺമാൻ്റെ ഓണിംഗ് ആണ്. ഒരു 180 ഡിഗ്രി ഫ്രീ സ്റ്റാൻഡിങ് ഓണിംഗ് ആണിത്. ഇത് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അത് ഒന്നാമത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് 20 കിലോസിന്റെ ജസ്റ്റ് അണ്ടർ 20 കിലോസേ ഉള്ളൂ ഇത് വരുന്നുള്ളൂ. ലൈറ്റ് ഉണ്ട് അകത്ത്, ഇതിന്റെ അകത്ത് ഫ്രീ സ്റ്റാൻഡിങ് ആണ്, ലൈറ്റ് ഉണ്ട്. പിന്നെ 180 മതിയായിരുന്നു നമുക്ക്. അപ്പൊ അത് അങ്ങനെ നോക്കി. പിന്നെ ഇതിന്റെ വില കമ്പയർ ടു അതർ ബ്രാൻഡ്സ് ഇതിന്റെ വില കുറവായിരുന്നു. എന്നാൽ ക്വാളിറ്റിയിൽ ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോഴും തന്നെയല്ല, ഇത് ഒത്തിരി വിൻഡ് ഒക്കെ വന്നിട്ടാണേലും ഇതുവരെ ഇത് കുഴപ്പം വന്നിട്ടില്ല. ഇതിന്റെ ഒരു മൗണ്ട് പക്ഷെ ഇത് ഓണിങ്ങിനാണ്, എന്നാലും ഒരു കുഴപ്പം പറ്റില്ല. മൗണ്ട് ഒടിഞ്ഞു പോയത്. അപ്പൊ അത് ARB തന്നെ മൗണ്ട് നമുക്ക് അപ്പൊ തന്നെ അവർ റീപ്ലേസ് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സും ക്യാമ്പിംഗ് ലൈറ്റ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡിയുടെ ലൈറ്റ് നമ്മൾ സെപ്പറേറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പുറ സൈഡിലും 2 സൈഡിലും നമ്മൾ സ്റ്റഡിയുടെ തന്നെ ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് അടിയിൽ നമ്മളൊരു റോക്ക് ലൈറ്റ്സ് സ്റ്റഡിയുടെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ജോസ് ലൈറ്റ്സിന്റെ ഒരു ഫുൾ ഓൺ ഫാനാണ്. പുള്ളി രാത്രിയിലൊക്കെ പോകാൻ ചുറ്റിനും ലൈറ്റ് വേണം. പുള്ളിക്ക് അന്നേരം ഒരു സുഖം കിട്ടത്തുള്ളൂ. പക്ഷേ എസ്പെഷ്യലി സുഖം നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ആരും ലൈറ്റ് ഇടേണ്ട കാര്യമില്ല. ജോസിയുടെ വണ്ടി ഇഷ്ടമാവും പോലെ പ്ലെന്റി ഓഫ് ലൈറ്റ്സ് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇടണ്ട, നമുക്ക് പണി ഒത്തിരി കുറവുണ്ട്. ജോസി, അപ്പം നമുക്ക് ഇതിന്റെ എൻജിൻ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ് ചേട്ടാ. ഇത് V8 വണ്ടിയാണ്. വൺ ഓഫ് ദി റീസൺസ് ബൈ ചെയ്യാൻ അതല്ലേ കാരണം? ആണ് V8. നമുക്ക് പണ്ടോട്ട് ഒരു V8 വണ്ടി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ V8 കാർ വാങ്ങിച്ച് കഴിയുമ്പം നമുക്ക് ഫാമിലി ഇങ്ങനത്തെ ട്രിപ്പുകൾ ഏതായാലും പോകാൻ പറ്റത്തില്ല. പിന്നെ അതിന് ഫ്യൂൽ എഫിഷ്യൻസി ഒട്ടുമില്ല. പക്ഷെ അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ വേണ്ടാന്ന് വെച്ചിരുന്നു. പക്ഷേ 4 വീൽ ഡ്രൈവ് V8 അടിപൊളിയാണ്. സൗണ്ടും കേൾക്കാം, എല്ലായിടത്തും കയറി പോയത്. എവിടെ വേണമെങ്കിലും. ഇതിന്റെ എഞ്ചിൻ ഒരു 5.6 ലിറ്ററിന്റെ ഒരു V8 എഞ്ചിനാണുള്ളത്. ഇതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 HP-യും 560 kV-ഉമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാല് കൊടുത്തു കഴിഞ്ഞാൽ വെടിയും പോയം പോലെ വയ്ക്കോളും. അടിപൊളിയാണ്. അതെ, പ്രത്യേകിച്ച് ഇത്രയും നമ്മൾ ലോഡും ഒക്കെ ആയിട്ട് നമ്മൾ നമുക്ക് ഓവർടേക്ക്, പ്രത്യേകിച്ച് 110 സോണിലൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യുക. ഇത്രയും ലോഡ് വെച്ച് നമ്മളെല്ലാം ജിയോ വെച്ചിട്ടാണല്ലോ എല്ലാം കമ്പയർ കയറ്റമൊക്കെ വരുമ്പോഴത്തേക്കും ജിയോ നമുക്ക് കോപ്പപ്പ് തീരെ പാടായിരുന്നു പുള്ളിക്ക്. പക്ഷേ ജിയോ ഒരു അണ്ടർഡോഗ് ആണ് ഓഫ് റോഡിങ്ങിന്റെ കാര്യത്തിൽ. ഓഫ് റോഡിങ്ങിൽ അടിപൊളിയാണ്, അതിനെ എല്ലാം വരത്തില്ല. റോഡ് ലോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിഫറെന്റ്. അതെ അതെ. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് റോഡ് നമ്മൾ കൺട്രി സൈഡിലോട്ട് പോകും, അല്ലെങ്കിൽ ഔട്ട് ബാക്ക് ഒക്കെ പോകുമ്പോൾ റോഡ് ട്രെയിൻസ് ഓവർടേക്ക് ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ ഇത് അവിടെയൊക്കെ ഇവൻ ഭയങ്കര പുലിയാണ്. അത് റോഡ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോറിയുടെ പുറകിലായിട്ടൊരു 3-4 ഒരു കണ്ടെയ്നറിന്റെ നീളത്തിലൊരു 3-4 ട്രേ ഉള്ള സാധനത്തിനാണ് ഇവിടെ റോഡ് ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ വിക്ടോറിയയിലില്ല, നമ്മൾ നോർത്തിലോട്ടൊക്കെ പോകുന്നതിന് ഒത്തിരി ഉണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നോർമലി ചെയ്യുന്ന അവരുമായിട്ട് റേഡിയോയിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നുണ്ട് ഓവർടേക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോളാൻ പറയും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ വണ്ടിയാണെന്ന് തന്നെ ടക്കെന്ന് പറഞ്ഞ് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. ജോസി, എഞ്ചിനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എഞ്ചിനിൽ കംപ്ലീറ്റ് സ്റ്റോക്കാണ്. യാതൊന്നും ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. വെറുതെ അവനെ കാല് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പോയിക്കോളും. സൂപ്പർ ചാർജ് എന്തെങ്കിലും കയറ്റാൻ ഒരു പ്ലാനും ഇല്ല. നൈസ് ആയിരിക്കും വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, അടിപൊളിയല്ല. വേണ്ട, ഇപ്പൊ തന്നെ ഹാരിപ്പിന്റെ നല്ലൊരു സൂപ്പർ ചാർജർ ഉണ്ട്. വേണ്ട, ഒന്നിന്റെ ആവശ്യമില്ല. ഇത് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. നമ്മുടെ യൂസേജിന് ഇത് മോർ ദാൻ ഇനഫ് ആണ്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു കൊല്ലം ഈ എഞ്ചിൻ തന്നെ ഫൺ ആണ്. ലൈക്ക് ഇറ്റ്സ് മോർ ദാൻ ഇനഫ് പവർ എന്ന് വേണേ പറയാം. ആകെ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ സ്നോക്കിള് ചെയ്തിട്ടുണ്ട്. അത് TJMന്റെ സ്നോക്കിളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ എക്സോസ്റ്റ് എക്സോസ്റ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പേസ് മേക്കറിന്റെ എക്സോസ്റ്റ് ആണ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും അല്ലാതെ എഞ്ചിനിൽ നമ്മൾ തൊട്ടിട്ടില്ല. നമ്മൾ സെൻട്രൽ മഫ്ലർ മാറ്റിയിട്ടും ബാക്കിലും റെസിനേറ്റർ മാറിയിട്ടുണ്ട്, മഫ്ലർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്തുമാത്രം കോസ്റ്റ് ആവും? അതൊരു എനിക്ക് തോന്നുന്നത് $1,200 ആണ് ഇൻക്ലൂഡിങ് ഫിറ്റ്മെന്റ് ചെയ്തേക്കുന്നത്. ഫുൾ സിസ്റ്റം അല്ല, ഹെഡർ കഴിഞ്ഞിട്ടുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം. അതിന്റെ ആവശ്യമുള്ളൂ. ഹെഡർ ഈസ് വെരി ഇതിന്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെഡറാണ്. നല്ല ഓപ്പണിംഗും ഒക്കെ ഉള്ളതാണ്. അതിന്റെ നോയ്സ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒച്ചയാണ് അതിന്റെ. പുറത്തുനിന്ന് കേൾക്കുന്ന നല്ല സ്വീറ്റ് ആണ്, അകത്തിരുന്ന് കഴിഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു പ്രശ്നമില്ല, ഭയങ്കര ക്വയറ്റ്. ജോസി, നമ്മൾ ഈ ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട്, ഈ ഫ്യൂവൽ കൺസംഷൻ നമ്മുടെ നോർമൽ ഒരു 4 സിലിണ്ടർ പോലെ ഡെഫിനറ്റ്ലി കിട്ടത്തില്ല. അപ്പം അതിനുവേണ്ടി എന്നാ ജോസി ചെയ്തേക്കുന്നത്? എക്സ്ട്രാ ടാങ്ക് ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. ഞാൻ ഒരു ഓക്സിലറി ടാങ്ക് ചെയ്തിട്ടുണ്ട്. അത് 120 ലിറ്ററിന്റെ ഒരു ഓക്സിലറി ടാങ്ക് നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്ക് വരുന്നത് ഒരു 140 ലിറ്റർ സ്റ്റോക്ക് വരുന്നുണ്ട്, ഒരു സിംഗിൾ ടാങ്ക്. അതിന്റെ കൂട്ടത്തിൽ നമ്മളോട് അഡീഷണൽ 120 കൂടെ ആഡ് ചെയ്തു. നമ്മുടെ സ്പെയർ വീൽ എടുത്ത് മാറ്റി 120 ലിറ്റേഴ്സിന്റെ. അപ്പൊ അത് മോർ ദാൻ ഇനഫ് ആണ്. നമ്മൾ ലോങ് ടൂറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂവലിന്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പൊ നമുക്ക് 260 ലിറ്റർ നമ്മുടെ രണ്ട് വണ്ടിയുടെ ഏകദേശം ഒരേപോലെ. പക്ഷേ എന്റെ വണ്ടി ഇച്ചിരി കുടിക്കുന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് ചേട്ടൻ കാല് കുറച്ചുകൂടെ ചെറുത് കൊടുത്താൽ എല്ലാവരും പറയാറുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ 98 ഇതിന് ഒക്കത്തുള്ളൂ, ഒക്ടേൻ 98 ഒക്കത്തുള്ളൂ, അതോ 91 95 ഓക്കെ? നമുക്ക് 98 അവർ പ്രിഫർ ചെയ്യുന്നത് മാക്സിമം നമ്മുടെ പെർഫോമൻസിന് വേണ്ടി 98 റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് 91 95 റെക്കമെൻഡഡ് ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും 98 ആണ് ഉപയോഗിക്കുന്നത്. അതിന് വ്യത്യാസമുണ്ട് ആക്ച്വലി. അതിന് വ്യത്യാസമുണ്ട്. എനിക്ക് കണ്ടിട്ടുള്ളത് മൈലേജ് ഡെഫിനറ്റ്ലി കൂടുതൽ കിട്ടും. പവർ വൈസ് ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു 98 അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പുള്ള് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജോസ്, നമുക്ക് അതിന്റെ ടയറും സസ്പെൻഷനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ, ടയർ, വീൽസ് ആൻഡ് സസ്പെൻഷൻ. ഇതിന്റെ വീൽ ഏതായിട്ടേക്കുന്നത്? ഇതിന്റെ വീല് നമ്മൾ ROHന്റെ അസോൾട്ട് 18 ഇഞ്ച് വീൽസ് ആണ്. പിന്നെ ടയേഴ്സ് വന്നിട്ട് മാക്സിസ് റേസറിന്റെ ടയേഴ്സ് ആണ്. ഓൾ ട്രെയിൻ ടയേഴ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ സൈസ് വന്നിട്ട് 295/70 18 ആണ് അതിന്റെ സൈസ് വന്നിരിക്കുന്നത്. കുറച്ച് 35 ക്ലോസ് ടു 35 എന്നാൽ 35 ഇടാനും ഒക്കത്തില്ല, റോഡ് ലീഗൽ അല്ലാത്തതുകൊണ്ട് 35ന്റെ തൊട്ട് ജസ്റ്റ് താഴെ നിൽക്കും. അപ്പൊ അത് സോഫാർ ഗുഡ് ആണ്. നമ്മൾ 28,000 കിലോമീറ്റേഴ്സ് ഇപ്പം തന്നെ ഓടി. ഓഫ് റോഡ് നമ്മൾ ഡെസേർട്ടിൽ പോയി, ഡൂൺസിൽ പോയി, ഹൈ കൺട്രി മുഴുവൻ പോയി. അപ്പം പെർഫോമൻസ് വൈസ് നമ്മൾ സോഫാർ ഹാപ്പിയാണ്. പിന്നെ സസ്പെൻഷൻ വന്നിട്ട് ഇതിന്റെ സസ്പെൻഷൻ സ്റ്റോക്ക് വന്നിട്ട് ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ആണ് ഇത്. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഇഞ്ച് ലിഫ്റ്റ് ഇൻക്ലൂഡിങ് ഒരു GVM അപ്ഗ്രേഡ് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് 2 ഇഞ്ചിന്റെ സ്പ്രിങ്സ് നമ്മൾ സ്പ്രിങ്സ് 2 ഇഞ്ചിന്റെ ചെയ്തു. പിന്നെ അത് ബാക്കിൽ നമ്മൾ ഒരു എയർ ബാഗ് രണ്ട് സൈഡിലും വെയിറ്റ് കൂടുമ്പോഴത്തേക്കും അസിസ്റ്റ് ചെയ്യാണ്ട് എയർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ GVM അപ്ഗ്രേഡ് നമ്മൾ വണ്ടിയുടെ നമ്മൾ സ്റ്റോക്ക് GVM എനിക്കൊന്ന് 3500 kilograms ആണ് സ്റ്റോക്ക് GVM. അതിൻ്റെ അകത്ത് നമ്മളൊരു 4500 ഓൾമോസ്റ്റ് 4500 വരെ 1000 കിലോയുടെ ഡിഫറൻസ്. അത് ഹ്യൂജ് ഡിഫറൻസ് മേക്ക് ചെയ്യും. ബിക്കോസ് എസ്പെഷ്യലി നമ്മൾ ബുൾ ബാറും റിയർ ബാർ റൂഫേല് നമ്മുടെ ഡ്രോയർ സിസ്റ്റം എല്ലാം ക്യാമ്പിങ് നമ്മുടെ ആളുകൾ ഫ്യൂവല് ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി വെയിറ്റ് നമ്മൾ വണ്ടി ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള GVM അത് ലിഫ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ റോഡ് ലീഗലാണ്. ഇൻഷുറൻസ് ഒക്കെ ഈസി ആയിട്ട് കവർ ചെയ്യും. പക്ഷേ ഇറ്റ് കംസ് അണ്ടർ എ കോസ്റ്റ്, ഹ്യൂജ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്. ഓൾമോസ്റ്റ് $15,000 അത് ചാർജ് ചെയ്യുന്നുണ്ട്. അതിന്റെ DMW എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ്
ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇവിടെ എവിടെ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഫ്രണ്ട് ലൈൻ ഗരാജ് എന്ന് പറയുന്നത് അവരാണത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇതൊരു ഒരു പ്രീമെയ്ഡ് കിറ്റാണ്. അവരിത് ഓൾറെഡി എൻജിനീയർഡ് സർട്ടിഫിക്കറ്റും എല്ലാം ഉൾപ്പെടെയാണ് അവരിത് കസ്റ്റമേഴ്സിനോട്ട് കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു കംപ്ലയിൻറ്റ് സ്റ്റിക്കർ ഒട്ടിക്കും അവർ. അപ്പം ലീഗലി നമുക്ക് 4500 കിലോ നമുക്കിതിൽ ക്യാരി ചെയ്യാം. ഇവിടെ നോർമലി വണ്ടിയിലൊക്കെ നമ്മൾ ഈ സസ്പെൻഷനും ബുൾബാറും അതും ഇതെല്ലാം കയറ്റി കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസഞ്ചേഴ്സും സാധനങ്ങളും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണെങ്കിലും ഓവർ ദ വെയിറ്റ് ആയിരിക്കും മിക്കവാറും ഉള്ള വണ്ടികളെല്ലാം ഓടുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് ഈ GVM അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ജോസി, നമ്മൾ ടയറും സസ്പെൻഷനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കെന്നാൽ ഇതിന്റെ ബാക്കിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്താലോ? ഉറപ്പായിട്ടും. ജോസിയുടെ ഐഡിയ ചെയ്ത കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. എന്ത് പറയുന്നു? ഉറപ്പായിട്ടും. നമുക്ക് ബാക്കിൽ 70 ലിറ്റേഴ്സിൻ്റെ ഫ്രിഡ്ജ് ഉണ്ട്. നമുക്ക് ഈ ക്യാമ്പിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ടും വേണ്ടത് ഡൊമറ്റിക്കിൻ്റെ ഫ്രിഡ്ജാണ്. അത് ഡുവൽ സോൺ ആണ്. നമുക്ക് ഫ്രിഡ്ജോ ഫ്രീസറോ ഒക്കെ ആയിട്ട് രണ്ടും ഫ്രീസർ ആക്കാം. ഫ്രിഡ്ജും ഫ്രീസർ ആക്കാം. അതെ, രണ്ടും ഫ്രിഡ്ജ് ആക്കാം. അതെ, നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ സ്ലൈഡർ, ഫ്രിഡ്ജിൻ്റെ സ്ലൈഡർ ഡൺ ആൻഡ് വാട്സന്റെ ഒരു സ്ലൈഡറാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ നമുക്ക് ബാറ്ററി സിസ്റ്റം, ഡുവൽ ബാറ്ററി സിസ്റ്റം വണ്ടിക്കയിലുണ്ട്. 200 ആമിൻ്റെ ലിഥിയം ബാറ്ററിയാണ് നമുക്കുള്ളത്. അപ്പം മോർ ദാൻ ഇനഫ് നമുക്ക് പവർ നമുക്ക് വണ്ടിയിലുണ്ട്. റഡാക്കിന്റെ DC-DC ചാർജർ 40 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻവേർട്ടർ 2000 വാട്ട്സിന്റെ ഇൻവേർട്ടർ ഉണ്ട്. നമ്മുടെ ചായ, അതെ, നമ്മളെപ്പോഴും ആരും തീ കത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കത്തേ ഇല്ലല്ലേ. എവിടെ പോയാലും ജോസിയെ കെറ്റില് എന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ടൂറിങ്ങിന് പോകുന്ന നമ്മൾ കെറ്റിലും ഇൻവെർട്ടറും എല്ലാം ജോസിയുടെ വണ്ടിയിൽ നിന്ന് എളുപ്പമാണ്. വണ്ടിയിലെല്ലാം സെറ്റ് ഉണ്ട്. ആർക്കും മെനക്കെടാനൊക്കാത്തതുകൊണ്ട് ജോസി ഇതെല്ലാം ചെയ്തോളൂ. നമ്മളൊന്നും അറിയുകേ വേണ്ട. ഭയങ്കര കൺവീനിയൻസ് ആണ് ആ സാധനം ഉള്ളത്. നമ്മുടെ എന്തെങ്കിലും ബാറ്ററീസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് എല്ലാം അത് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് കംപ്രസർ എയർബിയുടെ ഡ്യുവൽ കംപ്രസർ. അപ്പം അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓഫ് റോഡ് അല്ലെങ്കിൽ ടയർ ഡീഫ്ലേറ്റ് ചെയ്ത് നമുക്ക് റോഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എളുപ്പമാണ്. ഡ്യുവൽ കംപ്രസർ ആയതുകൊണ്ട് എളുപ്പമാവുകയും ചെയ്യും. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ 4 ടയറും പമ്പ് ഔട്ട് ചെയ്തെടുക്കും. നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ പാസഞ്ചർ സീറ്റിന്റെ റിയർ പാസഞ്ചർ സീറ്റിന്റെ താഴെയാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനിഷ്യലി നമ്മൾ അത് വണ്ടിയുടെ അടിയിലായിരുന്നു. അയ്യോ, അത് ഭയങ്കര പാടാണ്. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഓഫ് റോഡ് പോയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. ബിക്കോസ് അതേ മൊത്തം അഴുക്ക് കയറി നമുക്ക് ഒട്ടും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലാവും. ഞാനും അത് ബാക്ക് ടു ഇൻസൈഡ് ആക്കാൻ വേണ്ടി തന്നെയാണ് അത് നല്ലത്. അതെ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. മറ്റത് ഈ പറഞ്ഞ പോലെ കംപ്ലൈന്റ് വരാം, ഈ പൊടിയും ചെളിയെല്ലാം കയറി അത് ഉപയോഗിക്കാൻ മേലാത്ത അവസ്ഥയാണ് നമുക്ക്. അതുപോലെ നമ്മളിതെല്ലാം കൊടുത്തേക്കുന്നത് ഈ ഒരു ട്രേയുടെ താഴെയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു ഫോൾസ് ഫ്ലോർ നമ്മൾ അതിൻ്റെ താഴെ പണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ബാറ്ററി, റഡാക് ചാർജർ, എയർ കംപ്രസർ, ഇൻവേർട്ടർ, ഇതെല്ലാം നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് പുറത്തൊന്നും കാണുന്നില്ല. അകത്തെ സ്പേസ് നമുക്ക് ഭയങ്കര യൂസബിൾ സ്പേസ് ഉണ്ട് അത്തിരി. അതുപോലെ തന്നെ നമ്മൾ ഒരു കാർഗോ ബാരിയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ സാധനം സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിയുന്നുണ്ടെ പാസഞ്ചറിൻ്റെ മേളിലോട്ടൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ബാരിയർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ചുറ്റിനും നമ്മളൊരു കേജ് അടിച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് സാധനമൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഉപകാരമാണ്. നമുക്ക് അതിൻ്റെ മേളിലും സാധനങ്ങളൊക്കെ അടുക്കി വെക്കാം. ഫ്രിഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ അതുള്ളതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മേളിൽ നിന്ന് സാധനം എടുക്കാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജ് വലിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ ഇട്ടപ്പാക്കാൻ വേണ്ടി ആ ഒരു ലൈറ്റും ഭയങ്കര ഉപകാരം ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, ഉറപ്പായിട്ടും. പിന്നെ നമുക്കുള്ളത് 1-2 ചാർജിങ് പോർട്ട് നമ്മൾ USB ചാർജിങ് പോർട്ട്സ് ഉണ്ട്, ആൻഡ്രസൺ ഫ്ലെക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് വണ്ടി എവിടെയെങ്കിലും നമ്മൾ 2-3 ദിവസത്തേക്ക് ക്യാമ്പിങ്ങിന് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോളാർ വെച്ചിട്ട് നമുക്ക് ലിഥിയം ബാറ്ററീസ് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ആ DC-BC ചാർജറിൽ തന്നെ ഉണ്ട് റഡാക്കിൻ്റെ. ജോസി, അകത്ത് എന്തെല്ലാം മോഡിഫിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്? ഒത്തിരി ഒന്നും അധികം കാണുന്നില്ലല്ലോ. എല്ലാം വളരെ ക്ലീൻ ആയിട്ടാണല്ലോ ഇരിക്കണേ. അതെ, നമ്മൾ സ്റ്റോക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ്. ആകെ നമ്മൾ ചെയ്തേക്കുന്നത് യൂണിയറിന്റെ റേഡിയോ UHF റേഡിയോ ആയിട്ടുണ്ട്. പിന്നെ ഡാഷ് മാറ്റ് നമ്മൾ ചെയ്തായിരുന്നു ഗ്ലെയർ കുറയ്ക്കാൻ വേണ്ടി. പ്രയോജനമാണോ അത്? അത് ഉറപ്പായിട്ടും പ്രയോജനമാണ്. നമുക്കത് ഇപ്പം അതില്ലാതെ സണ്ണി ഡേയ്സിലുള്ളപ്പം പ്രശ്നമാണ്. അത് ഓഫ് കോഴ്സ് നമുക്കത് പ്രയോജനമാണ്. പിന്നെ നമ്മൾ അകത്ത് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ സെൻട്രൽ കൺസോൾ നമ്മൾ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കുള്ള പ്ലാസ്റ്റിക് ഇത് നമ്മൾ അഡീഷണൽ വന്നേക്കുന്നതാണ്. ഇത് ഇവിടെ നമുക്കൊരു സ്റ്റോക്കിൽ തന്നെ ഫ്രിഡ്ജ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു
ഇത് റേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സുഖമായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു കുപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബാക്കപ്പ് സ്പേസും കിട്ടും. ഉറപ്പായിട്ടും. ഓ നൈസ് നൈസ്. അപ്പം ആംബ്രസ്റ്റും നല്ല സുഖമായിട്ട് ഉപയോഗിക്കും, ഒത്തിരി താഴോട്ട് പോകണ്ട, കുനിഞ്ഞിരിക്കണ്ട, നല്ല കൈ വെച്ച് നമുക്ക് ഈ നമ്മുടെ വീട്ടിലെ കൗച്ചയൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഡാഷ് ഫ്ലോർ മാറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3D സാധനം അതല്ലേ? 3D മാറ്റ്സ് ആണ്, അത് ഫുള്ളി കവർ ചെയ്ത് കിടക്കും. അത് അത്രയാണ് നമ്മൾ മെയിനായിട്ട് ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് അഡീഷണൽ നമ്മൾ ചെയ്തായിരുന്നു. കുറച്ചൊരു നെറ്റ് സീലിംഗിൽ ഒരു നെറ്റ് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെൻട്രലിൽ നമുക്ക് അഡീഷണൽ ഒരു സ്റ്റോറേജിന്റെ ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാസഞ്ചർ ഡ്രൈവർ സീറ്റിന്റെ ബാക്കിൽ അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പിള്ളേർക്ക് സാധനങ്ങൾ വെക്കാനും ഒക്കെ ആയിട്ട്. പിള്ളേരുള്ളപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്റ്റോറേജ് ഭയങ്കര എളുപ്പമാണ്. ഇല്ല നമ്മളെല്ലാം പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോ വട്ടം തുറന്നെടുത്ത് കൊടുത്ത് ഇതാകുന്ന തന്നെ ഭയങ്കര. നമ്മളെന്നാ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിലൊക്കെ ജാക്കറ്റ് എല്ലാ സാധനവും അതിന്റെ മേളിൽ തന്നെ ആയിരുന്നു. അതിനാ ഞാനും ഇതേലും ഒരെണ്ണം മേടിച്ചത് കഴിഞ്ഞിട്ട്. നല്ല പ്രയോജനമുള്ള സാധനമാണ് അത്. നമുക്ക് പെട്ടെന്ന് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ചെയ്യാം. പിന്നെ ബാക്കിൽ പിള്ളേരിരിക്കുന്ന സീറ്റുകൾ നമ്മൾ കവർ ഇട്ടിട്ടുണ്ട്. അവരുടെ നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ അവർ താഴെ വീഴിക്കാനും, പിന്നെ മുട്ടായി ചോക്ലേറ്റ് ഒക്കെ, പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഒക്കെ തിന്നിട്ട് അവര് അതെല്ലാം സീറ്റ് കേടാകാതിരിക്കാനായിട്ട് നമ്മൾ അത് ചെയ്തായിരുന്നു. പിന്നെ 2 ഫ്രണ്ടിലെ സീറ്റ് കമ്പനി ഹീറ്റഡ് സീറ്റ് ആൻഡ് കൂളിംഗ് ആണ്. എസ്പെഷ്യലി ഇവിടുത്തെ വിന്ററിന് അത് മസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഹോട്ട് ഡേയ്സിൽ നമുക്ക് കൂളിംഗ് വെന്റിലേറ്റഡ് സീറ്റ്സ്. ഈ വണ്ടിക്ക് അത് ഒട്ടും താങ്ങാനൊക്കാത്ത 2 കാര്യങ്ങളാണ്. ഒട്ടും ഇഷ്ടമല്ലാത്ത 2-3 കാര്യമുണ്ട്, എന്നാ പറയാം? ഓക്കെ, ആകെ ഇഷ്ടമില്ലാത്ത കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ഇതിന്റെ ഈ ഒരു സ്റ്റൈലുമാണ്. ഇത് വുഡ് ഗ്രെയിൻ താങ്ങാനൊക്കെ ഭയങ്കര ഒരു 10-15 കൊല്ലം പഴയ പോയ പോലെയാണ്. അതിന്റെ സ്ക്രീൻ ചെറുതാണ്. ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ നിലവിലില്ല. പക്ഷേ ഈ 2025 ഇപ്പോൾ ഇറങ്ങുന്ന മോഡലിൽ ഇവർ സെൻട്രൽ കൺസോളിൽ കംപ്ലീറ്റ് മാറ്റി ആപ്പിൾ കാർപ്ലേ എല്ലാം ഉള്ള ബിഗർ സ്ക്രീനും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഉള്ളത് അതാണ്. അപ്പം കുറച്ച് ഫ്യൂച്ചറിൽ ഒരു അപ്ഗ്രേഡ് പ്രതീക്ഷിക്കാം. ഉടനെ ഇല്ല, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി, എല്ലാത്തിനും ഭയങ്കര വില ഇവിടെ, അതാണ് മെയിൻ പ്രോബ്ലം. ഇപ്പം ഞാൻ അത്ര വലിയ കൺസേൺ അല്ല. അത്യാവശ്യം ബാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ഓടുന്നുണ്ട്, അതുകൊണ്ട് അത്ര കൺസേൺ അല്ല. അതുപോലെ ഏറ്റവും ഇഷ്ടമുള്ള 2-3 കാര്യങ്ങളിൽ ഏതൊക്കെ പറയാം? ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റിയർ വ്യൂ മിററാണ്. ഇത് ഫുൾ ടൈം ക്യാമറ ഓൺ ആയിട്ടാണ്. ഇത് ബേസിക്കലി ഒരു നമ്മൾ ക്യാമറയിൽ കൂടെ നോക്കുന്ന മോണിറ്ററാണ് ഇത്. അത് എപ്പോഴും ഇത് ആ ഒരു സിസ്റ്റം ഓൺ ആണ്. എസ്പെഷ്യലി ബാക്ക് ഒക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരം അല്ലേ? അപ്പോൾ ഈ ബാക്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റിയർ വ്യൂ മിറർ കൂടെ സ്റ്റിൽ നമുക്ക് ആ ക്യാമറ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കാം. പുറയിലെ നമ്മൾ വണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഉള്ള കാര്യം നമ്മുടെ ട്രെയിലറൊക്കെ വലിക്കുന്നവർ ഭയങ്കര ഉപകാരമുള്ള സാധനമാണ്. പിന്നെ സെക്കൻഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഫ്രിഡ്ജ് തന്നെയാണ്. ഫ്രിഡ്ജിൽ നമ്മൾ യാത്ര പോകുമ്പം പിള്ളേർക്കുള്ള ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ സ്ട്രോബെറീസ്, ബ്ലൂബെറി അങ്ങനത്തെ ഫ്രൂട്ട്സ് സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് വെക്കാറുണ്ട്. അതെ, യാത്രയിൽ ഏറ്റവും കില്ലർ സാധനമാണത്. ചോക്ലേറ്റ് ആവശ്യമില്ലാത്ത നേരത്ത് കഴിക്കുക, വെള്ളം ആവശ്യമില്ലാത്ത നേരത്ത് കുടിക്കുക. അപ്പൊ തണുത്ത ചില്ലായിട്ടുള്ള ഈ ചോക്ലേറ്റ് ചില്ലായിട്ട് വരും ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ചില്ലായിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഒരു ഫീലാണ്. എനിക്ക് ടോപ്പ് എൻഡ് മോഡലിനെ ഉള്ളത്, ഇതും അതും ടോപ്പ് എൻഡ് മോഡലിന് മാത്രമേ ഉള്ളൂ. അത് രണ്ടും വർത്ത് സാധനമാണ്. നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് തോന്നിയേക്കുന്ന 2 സാധനം ഓഫ് കോഴ്സ് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജോസിയുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻസും അപ്ഗ്രേഡുകളും. നമുക്ക് ജോസിയോട് ഇനിയും ചോദിക്കാം, ഇനിയും ഫ്യൂച്ചറായിട്ടുള്ള യാത്രകൾ ഏതൊക്കെയാണ് എന്ന് ജോസിയോട് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഫ്യൂച്ചറിൽ നമ്മൾ മെയിനായിട്ട് അടുത്ത് പ്ലാൻ ചെയ്യുന്നത് ഒരു കേപ്പ് യോർക്ക് ട്രിപ്പ് നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. അതെ, അത് മിക്കവാറും ഒരു വർഷത്തിനകത്ത് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ ഫ്ലിൻഡേഴ്സ് ചെയ്യാനുണ്ട്. പിന്നെ ഉള്ളത് ഒരു 5 ഇയർ ടൈമിൽ നമുക്ക് ഒരു ഓൾ അറൗണ്ട് ഓസ്ട്രേലിയ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. ഫ്രേസർ വിട്ടുപോയി, ഫ്രേസർ ചെയ്യണം. നമ്മൾ കേപ്പ് യോർക്ക് പോകുന്ന വഴിക്ക് നമ്മൾ പോകത്തുള്ളൂ. പക്ഷേ ഓൾ അറൗണ്ട് ഒരു 5 ഇയേഴ്സ്, പക്ഷേ അതിന് ടൈം വേണം. ഡെഫിനറ്റ്ലി ഒരു 2-3 മന്ത്സ് ടൈം എടുത്തിട്ട്, എസ്പെഷ്യലി ഫാമിലിയെ കൊണ്ട് പോകുന്നുണ്ടെ ഒരു 3 മന്ത്സ് ഡെഫിനറ്റ്ലി ടൈം വേണം. ഏകദേശം ഒരു 17,000 കിലോമീറ്ററോളം നമുക്കതിൻ്റെ യാത്ര ചെയ്യണം അറൗണ്ട് ഓസ്ട്രേലിയ. അത് എല്ലാവരും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയുന്നത് ആ ഒരു യാത്രയെക്കുറിച്ച്. അപ്പം
ഫാമിലിയൊക്കെ ഇവിടെ താമസിക്കുന്നവർക്ക് അതൊക്കെ കൊണ്ടുപോകാൻ ഒത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇച്ചിരി കൂടെ ഓഫ് ഗ്രിഡായിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ കിംബർലിയും പേർത്തിൻ്റെ ചില സൈറ്റ്സും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പം ആ പ്ലാനുകളെല്ലാം നമ്മുടെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ. അപ്പം താങ്ക് യു ജോസി, ജോസിയുടെ വണ്ടി കാണിച്ചതിലും ജോസി യാത്രകളൊക്കെ ഞങ്ങളോട് വിവരിച്ചതിനും വളരെ നന്ദി. താങ്ക് യു ജോസി. അപ്പം നിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെ നന്ദി. നിൻ്റെ വണ്ടിയൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തതിന് വളരെ നന്ദി. അതുപോലെ നമ്മുടെ ഒരു യാത്രകളുടെ ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് എപ്പോഴേലും സമയം പോലെ ഒന്നിരിക്കാം. ഒരു ഓവർനൈറ്റ് ക്യാമ്പിങ് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഇരുന്ന് പറയാം. ഇവിടെ കുറേ ആൾക്കാർക്ക് നമ്മൾ പോയ സ്ഥലങ്ങളൊന്നും അവർക്ക് യാതൊരു അറിവുപോലും ഇല്ലാത്ത കുറേ സ്ഥലങ്ങളാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പം നമുക്കതൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു എപ്പിസോഡ് അങ്ങോട്ട് പോകാൻ മുമ്പോട്ട്. അപ്പം എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് കാണുന്നതിനും വരെ ഗുഡ് ബൈ.